നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഡൊണാൾഡ് ട്രംപിനെങ്ങാനും നോബൽ സമ്മാനം കിട്ടുമോ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. അങ്ങനെയാണിപ്പോൾ എല്ലാ മീഡിയകളും പാടിക്കൊണ്ടിരിക്കുന്നത്, പറഞ്ഞു നടക്കുന്നത്. ട്രംപിനെങ്ങാനും നോബൽ സമ്മാനം കിട്ടുമോ എന്ന ചോദ്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റാരുമല്ല, US ഹൗസ് റെപ്രസെൻറ്റേറ്റീവ് ബഡി കാർട്ടറാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധം നിർത്തൽ ചെയ്യുവാൻ ട്രംപിൻ്റെ ഹിസ്റ്റോറിക്കായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഇടപെടൽ, അതുതന്നെയല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത്, ഇതൊക്കെ പരിഗണിച്ച് ട്രംപിന് നോബൽ പുരസ്കാരം കൊടുക്കണമെന്നാണ് ഇപ്പോൾ നോമിനേഷൻ ചെയ്ത നോബൽ പ്രൈസ് കമ്മിറ്റിക്ക് ലെറ്റർ അയച്ച ഈ അമേരിക്കൻ ഹൗസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വാദഗതി. ഞാനും അങ്ങ് ചിന്തിച്ചു പോവുകയാണ്, ട്രംപിനെങ്ങാനും സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുമോ? ട്രംപിൻ്റെ ആക്ഷൻസൊക്കെ വളരെ രസകരമാണ്, വ്യത്യസ്തമാണ്, പ്രത്യേകതയുള്ളതാണ്. സാധാരണ രാഷ്ട്രത്തലവന്മാർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ ഇടപെടുമ്പോൾ, മധ്യസ്ഥത വഹിക്കുമ്പോൾ രണ്ടുപേരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യമാക്കി പ്രശ്നം തീർക്കുന്ന ഒരു രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ട്രംപ് അങ്ങനല്ല കേട്ടോ. ട്രംപ് ഒരൊറ്റ പറച്ചിലാണ്, രണ്ടുപേരും വെടി നിർത്തിയിരിക്കുന്നു, മര്യാദയ്ക്ക് വെടി നിർത്തിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു നല്ല ചീത്തയൊക്കെ വിളിച്ചു. എന്ത് പണിയാണ് കാണിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന ഒരു, ഈ പറഞ്ഞ ഇംഗ്ലീഷിലെ സാധാരണ ചില ആളുകൾ പുട്ടിന് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പേരി ഇടുന്നത് പോലെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. അങ്ങനെ ഒരു ചീത്തയൊക്കെ വിളിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത്. അപ്പോൾ ട്രംപിൻ്റെ ഈ പറഞ്ഞ മധ്യസ്ഥത വഹിക്കലൊക്കെ ഒരു സ്പെഷ്യൽ സ്റ്റൈലാണ്. എനിക്ക് പരിചയമുള്ള ഒരു നാടൻ ഒരു ചട്ടമ്പി അച്ചാനെയാണ് ഓർമ്മ വരുന്നത്. ചട്ടമ്പിയാണോ ഗുണ്ടയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ആൾ ഉപകാരിയാണ്. പിന്നെ ഇച്ചിരി ചട്ടമ്പിത്തരമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഇച്ചിരി റെസ്പെക്റ്റൊക്കെ കൊടുക്കത്തുള്ളൂ, പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ എന്ന് ഈ അച്ചാനും അറിയാം. അതുകൊണ്ട് ചട്ടമ്പിയൊക്കെ ആണെങ്കിലും ആളുകൾക്ക് റെസ്പെക്റ്റാണ്. അപ്പോൾ ഈ അച്ചാന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ രണ്ടുപേര് പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നു. അതിനകത്ത് ആദ്യം വന്ന ആൾ അച്ഛനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ വഴക്കൊന്ന് തീർത്ത് തരണം. അപ്പോൾ അച്ഛൻ ഇദ്ദേഹത്തോട് ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, മറ്റേ ആൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ നിന്നെ കുറേ അങ്ങ് ചീത്ത വിളിക്കും. അപ്പോൾ എൻ്റെ ചീത്തവിളിയൊക്കെ കേട്ടിട്ട് നീ തലയൊക്കെ കുനിച്ച് കരഞ്ഞുകൊണ്ടൊക്കെ നിന്നോണം, വേണമെങ്കിൽ ഞാൻ നിനക്ക് 2 അടിയും തന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എഗ്രിമെൻറ്റ്. എന്തായാലും രണ്ടുപേരും ചർച്ചയ്ക്ക് വന്നപ്പോൾ ആദ്യം വന്ന ആളിനെ ഈ അച്ഛൻ എന്നാൽ ഒന്നാം തരം തെറി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് അടിക്കാൻ 2 ചാട്ടമൊക്കെ ചാടി. അപ്പോൾ എതിർ കക്ഷി അയാൾ തന്നെ വന്നിട്ട് അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അടിയും പിടിയൊന്നും വേണ്ട, നമുക്ക് പ്രശ്നം ഇവിടെ അങ്ങ് തീർക്കാം. പക്ഷേ ഇതൊരു ഒത്തുകളിയാണെന്നുള്ളത് ഈ അച്ഛനും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനും മാത്രമേ അറിയത്തുള്ളൂ. ട്രംപിൻ്റെ ഇടപെടലൊക്കെ ഇങ്ങനെയാണ്. എനിക്കൊന്ന് ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു യുദ്ധം ഇറാൻ്റെ നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുകയാണ്. അപ്പോൾ ഞാനെൻ്റെ ഭാവനയിലങ്ങ് കാണുകയാണ്, ട്രംപ് ഇസ്രായേലിനോട് ചോദിക്കുന്നു യുദ്ധം നിർത്തണ്ടേ. ഞാനങ്ങ് ഭാവനയിലങ്ങ് കാണുകയാണ്, നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിനിറങ്ങിപ്പോയി, ഇറാൻ ശരിക്കും തിരിച്ച് അടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, യുദ്ധം നിർത്തിയേ പറ്റത്തുള്ളൂ. ട്രംപുമായിട്ടുള്ള ചങ്ങാത്തത്തിൻ്റെ പേരിലൊരു സംഭാഷണം ഉണ്ടായെന്ന് ഞാനങ്ങ് ഭാവനയിൽ കാണുന്നു. സംഭാഷണം ഇങ്ങനെ ആയിരിക്കാം, എങ്ങനെയാണ് ഇതൊന്ന് തീർക്കുന്നത്? അപ്പോൾ ട്രംപ് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഉദ്ദേശം ആണവ കേന്ദ്രം തകർക്കുന്നതില്ലേ, ഞാൻ തകർത്ത് തരാം, പക്ഷേ അടുത്ത ദിവസം തൊട്ട് പിന്നെ യുദ്ധം പാടില്ല കേട്ടോ. അങ്ങനെ ട്രംപ് ഓർഡർ കൊടുത്തു. ട്രംപിൻ്റെ അതിശക്തമാകുന്ന ആക്രമണം ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സിലുണ്ടായി. ഞാൻ തകർത്ത് തന്നിരിക്കുന്നു എന്ന് ട്രംപ് പറയുക മാത്രമല്ല, അടുത്ത ദിവസം പ്രസ്താവിച്ചു, രണ്ടുപേരും ഇനിയും തമ്മിലടിച്ചകല് കേട്ടോ, യുദ്ധം ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇവരോട് ആരോടും സംസാരിച്ചിട്ടാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും അതല്ലേ കണ്ടത്. നമ്മുടെ സർക്കാർ മോദിജിയൊക്കെ പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല,
അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായേ ഇല്ല. അപ്പോൾ മോദിജി പറയുന്നത് അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായില്ലെന്ന്. ഇനി പാകിസ്ഥാൻ പോയി കാല് പിടിച്ചോ എന്നറിയത്തില്ല. എന്താണെങ്കിലും ട്രംപ് ഒറ്റയടിക്ക് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും വെടി നിർത്തിയിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെടിവെക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഇസ്രയേലും ഇറാനും അവരോടും ട്രംപ് പറഞ്ഞു വെടി നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ നാടൻ ഗുണ്ട അച്ചാന്മാരുടെ സ്റ്റൈല് പോലെയാണ്. അവർ പറയുന്നു ഇപ്പം രണ്ടുപേരും കൈ കൊടുത്ത് പിരിഞ്ഞോണം. അപ്പോൾ ഗുണ്ടാച്ചാനെ പേടിച്ചിട്ട് ഈ പ്രശ്നക്കാർ രണ്ടുപേരും കൂടെ കൈ കൊടുത്ത് ചുംബനം കൊടുത്ത് പിരിയുന്നത് പോലെ ട്രംപിൻ്റെ ഇടപെടൽ വെടി നിർത്തിക്കോണം, ഇനിയും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും രണ്ടു കൂട്ടരും വെടി നിർത്താൻ വേണ്ടി ഒരു അവസരത്തിന് നോക്കിയിരിക്കുകയായിരുന്നു. വെടി നിർത്തി. എന്നാൽ മാധ്യമങ്ങൾ പറയുന്നത് ഇത് വലിയ ലോകസമാധാനത്തിനുള്ള കോൺട്രിബ്യൂഷനാണ്. അതുകൊണ്ട് ട്രംപിന് ഇപ്രാവശ്യത്തെ സമാധാന പുരസ്കാരം, നോബൽ പുരസ്കാരം കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഒരു വിശ്വമഹായുദ്ധത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചില്ലേ. എന്താണെങ്കിലും ട്രംപിൻ്റെ സ്റ്റൈൽ വേറെയൊരു സ്റ്റൈലാണ്. ഇടയ്ക്കൊരു വാൽക്കഷ്ണം പോലെ പറയുകയാണ്. ഈ ഗ്ലോബൽ ന്യൂസിൻ്റെ ചാനലിൽ ഞാൻ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേൾവിക്കാർക്ക് പലർക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള റിപ്പോർട്ടിംഗാണ്. പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും 2 പ്രാവശ്യം ചിന്തിച്ച് മാത്രമേ മനസ്സിലാക്കാവുള്ളൂ. പിന്നെ നമ്മുടെ വ്യൂവേഴ്സൊക്കെ വളരെ നിഷ്കളങ്കരും നേരെ വാ നേരെ പോ എന്നുള്ള തരക്കാരുമായതുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ 1-2 ആക്ഷേപഹാസ്യം, പ്രത്യേകിച്ച് നമ്മുടെ ക്യൂബയിൽ അറസ്റ്റിലായ പാസ്റ്ററുടെ ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞാൻ ചെയ്ത അപേക്ഷ നമ്മുടെ ശുദ്ധമനസ്കരാകുന്ന ചില വ്യൂവേഴ്സ് ചിന്തിച്ചു, ഇയാൾ എന്തിനാ ഈ രാഷ്ട്രീയ നേതാക്കന്മാരോട് അപേക്ഷിക്കുന്നത്? ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ പരിഹാസമായിരുന്നുവെന്ന് നമ്മുടെ പാവം വ്യൂവേഴ്സിന് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് പറയുന്ന ട്രംപ് കഥയും അതും ഒരു ആക്ഷേപഹാസ്യമാണ് എന്ന ഒരു വാൽക്കഷ്ണത്തോട് വാക്കുകൾ നിർത്തുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.